السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം കിട്ടുന്നുണ്ടായെങ്കിൽ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിന്തമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീഅത്ത്, നബി തങ്ങളെ സുന്നത്ത് ശരിക്കും പാലിക്കടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അടുക്കുള്ള ഏറ്റവും വലിയ മാർഗാണ് അസ്സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നിരന്തരമായി സ്വലാത്ത് ചൊന്നുകൊണ്ടിരിക്കടെ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എല്ലാ മറയും നീങ്ങിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അടുത്തെങ്കത്തെ എത്രമാ മഹാന്മാരുള്ളാറ്. മുട്ട അടുക്കുക അതേ ഏറ്റവും വലിയ കാരണായിട്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരും അനുഭവത്തിൽ ചൊന്നെങ്കത്തെ പലക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വൽ ബർമ്പ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ അടുക്കുള്ള ഏറ്റവും നല്ല ഒരു ടൈമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി, സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി ദലായിലുൽ ഖൈറാത്ത്, ഖൈറുള്ള നല്ല നല്ല കാര്യത്തിന് ഖൈറാത്തിര മുട്ട ഒരു ഗൈഡ് നമുക്ക് കാട്ടിത്തന്നത്. ദലായിലുൽ ഖൈറാത്ത് ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ക്രോഡീകരിച്ചെങ്കത്തെ സ്വലാത്ത് ലോകത്ത് കഴിഞ്ഞുപോയ കോടിക്കണക്കിൽ മഹാന്മാർ ആ സ്വലാത്ത് ചെന്നറാറ്, അതിന്റെ ഫലം അങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ചിടാറ്. അങ്ങനെ ദലായിലുൽ ഖൈറാത്തും ചൊല്ല സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഔസാഫ് വിശേഷത്തെല്ലാം ചൊന്നിട്ടു വിശദീകരിക്കണമെങ്കിൽ ആ സ്വലാത്ത് വലിയ പവറാണ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ കൊടുത്തത്. എത്രമാ മഹാന്മാർ ಅದಕ್ಕೆ ഇജാസത്ത് കൊടുത്തോണ്ടിരുന്നാറ്. ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് ദലായിലുൽ ഖൈറാത്ത് എത്രമാ ആൾമാർക്ക് ഇജാസത്ത് കൊടുത്തത് നമുക്കെല്ലാം വന്നിട്ടുണ്ട്. ആ മഹാന്റെ ചരിത്രം വിശദീകരിക്കുന്ന ആൾമാർ ദലായിലുൽ ഖൈറാത്തിനെ സ്പെഷ്യലായി എടുത്തു ചൊല്ലാറ്. മഹാന്മാർ ചെന്നാർ വൈദ അറത്ത സആദത്തൻ ഫി ഹാദിഹി ഔ ബഅദഹാ ഫദലായിലുൽ ഖൈറാത്തി, ഈ ലോകത്തിലും നാളെ പരലോകത്തിലും നിക്ക് വിജയവേണുണ്ടായെങ്കിൽ ദലായിലുൽ ഖൈറാത്തിനെ നീ ലാജിമാക്കണു, ഒട്ടിಗೆ പിടിക്കണു. ദലായിലുൽ ഖൈറാത്ത് നിഅമത് ദലായിൽ അത് ഭയങ്കര നല്ലതായിട്ട് ഫിഹ റിളൽ ഖല്ലാഖി യൗമ ലിഖാഇഹി ഫിഹ നജാത്തു ദലായിലുൽ ഖൈറാത്തി, അല്ലാഹുടെ കാണ്ട നാളിൽ അവന്റെ തൃപ്തിയും നാളെ ആഖിറത്തിൽ രക്ഷയും കിട്ടണുണ്ടായെങ്കിൽ ദലായിലുൽ ഖൈറാത്തും ചൊല്ല ബർക്കത്തുള്ള ആ സ്വലാത്തിനെ ചൊല്ലണു. ഫിഹൽ മഹബ്ബത്തു ലിന്നബിയ്യി വ ആലിഹി ഫിഹൻ നജാഹു ദലായിലുൽ ഖൈറാത്തി, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നബി തങ്ങളെ കുടുംബത്തൊട്ടിಗೆ വലിയ സ്നേഹം പ്രകടിപ്പിക്കൊണ്ടു, സ്നേഹം കിട്ടു, അതിലാണ് എല്ലാ രക്ഷയുമുള്ള. വഉലാലദാഇൻ ലാ യുസീബുക യാ അഖി മഹ്മാ ലസിംത ദലായിലുൽ ഖൈറാത്തി, വലിയ വലിയ മാറക്ക രോഗ ഒരിക്കലും നിക്ക് ബണ്ടില്ല നീ ദലായിലുൽ ഖൈറാത്ത് ഓതരാണ്ടായെങ്കിൽ. ഓരോ നാൾക്കും വേണ്ടതുപോലെ തർത്തീബാക്കിയിട്ടാണ് അതിലുള്ള ഒരു വാർത്ത 7 നാൾക്ക് ഓരോ നാൾക്കും വേറെ വേറെ സ്വലാത്ത് തർത്തീബാക്കിയിട്ട്. അപ്പൊ അത് ഓതിയെങ്കിൽ മാറക്ക രോഗ നിക്കുണ്ടാവല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ല സ്വലാത്താണ്. ആ സ്വലാത്തിലൂടെ നിന്റെ കൽബും നിന്റെ നാവും പച്ചയാവുമ്പോ നല്ല സമൃദ്ധിയും നല്ല ഇസ്സത്തും രക്ഷയും ബർക്കത്തുമാണ് കിട്ടുകപോണ്ടേ. രോഗ ശമനാണ് ഇല്ലാണ്ടായ പിന്നെ ശമനാണ് കിട്ടുകപോണ്ടേ. നാളെ ഖിയാമത്ത് നാൾ കാൽ ഇങ്ങനെ അടറിപ്പോവുമ്പോ ജാരിപ്പോവുമ്പോ ബച്ചാവുള്ള തെരുവാണ് ഇത്. ഇശ് ബിസ്സആദത്തി വൽ വുജൂരി ബി ഖത്മിഹ, ಅದರ ഖത്മാക്കണു നീന്, എന്നിട്ട് ധാരാളം കൂലി കിട്ടണു. വഖ്തിം ലഹാ ഫി കുല്ലി യൗമിൻ മറത്തൻ, ഓരോ നാളിലും ദലായിലുൽ ഖൈറാത്ത് ഫുൾ ഖത്മാക്കിയെങ്കിൽ മാറിന്നാറ്. അങ്ങനെ ആക്കണോട്ട് വിശദീകരിച്ചങ്ങുമുള്ളാർ. ഇനി വേണ്ട ഓരോ നാൾക്കും ചെന്നെങ്കിൽ ആ സ്വലാത്തെങ്കിലും ചൊല്ലണോട്ട് മഹാന്മാർ നമുക്ക് വിശദീകരിക്കാറ്. കഅബാലയത്തേക്ക് തവാഫുക്ക് പോയെങ്കിൽ കൊറിയാൾമാരെല്ലാം സുബ്ഹാനല്ലാഹ് ഓരോ തവാഫിലും ദലായിലുൽ ഖൈറാത്തിനെ ഇങ്ങനെ ചൊന്നു സമ്പൂർണമായി ഖത്മാക്കണമെങ്കിൽ ഇണ്ടും ആക്കിക്കൊണ്ടുള്ളെങ്കിൽ ഇതിക്ക് മുന്നിലാക്കി കഴിഞ്ഞു പോയെങ്കിൽ എത്രമാ മഹാന്മാരുള്ളാർ. അതുകൊണ്ട് ദലായിലുൽ ഖൈറാത്ത് വലിയ പവറും മഹത്വവുമുണ്ട്. അത് പിന്നെ ഇന്ന റഗായിബ വൽ മഖാസിദ കുല്ലഹ ലക തൻഖളി ബിദലായിലുൽ ഖൈറാത്ത്, എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിക്ക് ദലായിലുൽ ഖൈറാത്ത് കൊണ്ട് കിട്ടുന്നുണ്ട് മഹാന്മാർ വിശദീകരിച്ചാർ. അപ്പൊ ഏതായാലും മിക്കട്ട് ദലായിലുൽ ഖൈറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് ക്രോഡീകരിച്ചെങ്കത്തെ കിതാബു ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇമാമുൽ ആലിമുൽ ആമിലുൽ ആരിഫുൽ മുഹഖിഖുൽ വാസിൽ ഖുതുബ് സമാനിഹി വ ഫരീദു അവാനിഹി അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു സുലൈമാൻ അൽ ജസൂലി അൽ ഹസനി റളിയല്ലാഹു അൻഹു ചൊല്ല മഹാൻ ദലായിലുൽ ഖൈറാത്ത് വ സവാരിഖുൽ അൻവാർ ഫീ ദിക്രി സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ ചൊല്ലങ്കത്തെ കിതാബ് ഉണ്ടാക്കിത്ത്.
ಅದಕ್ಕೆ ಎತ್ತರಮಾ ಆಲ್ಮಾರ್ ഷറഹ് എഴുതിയാർ ബഹുമാനപ്പെട്ട പിന്നെ വൈലത്തൂർ ബാവ ഉസ്താദ് വഫാത്തായി പോയെങ്കിത്ത മഹാൻ തൻവീറുൽ മസറാത്ത് ബിഷർഹി ദലായിലുൽ ഖൈറാത്ത് ചൊല്ലൊരു ഷറഹ് ಅದಕ್ಕೆ നല്ല ഷറഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ മതാലിഉൽ മസറാത്ത് ബിജലാഇ ദലായിലുൽ ഖൈറാത്ത് ഷെയ്ഖ് മുഹമ്മദുൽ മഹദി ഇബ്നു അഹ്മദുൽ ഫാസി ചൊല്ലാൽ എഴുതിയ ഷർഹ്. ബുലൂഗുൽ മസറാത്ത് അലാ ദലായിലുൽ ഖൈറാത്ത് ഷെയ്ഖ് ഹസനുൽ അദവി അൽ മാലിക്കി അൽ ഹംസാവി ചൊല്ലാൽ എഴുതിയ ഷർഹ്. അദ്ദലാലാത്തുൽ വാളിഹാത്ത് അലാ ദലായിലുൽ ഖൈറാത്ത്. അതുപോലെ അത് പിന്നെ ഷെയ്ഖ് യൂസുഫ് ഇബ്നു ഇസ്മായിൽ നബ്ഹാനി റഹിമഹുല്ല. ആ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല സആദത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദുൽ കൗനൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ക്രോഡീകരിച്ചെങ്കെത്ത നല്ല കിതാബ് സആദത്തുദ്ദാറൈനും എഴുതിർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലങ്കെത്തെ വിശേഷത്ത് ചൊല്ലങ്കെത്തെ കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം സുലൈമാനുൽ ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി റജിക്കട്. വലിയ മഹത്വമുള്ളങ്കെത്ത്, വലിയ പവറുള്ളങ്കെത്ത്, ഇൽമുള്ളങ്കെത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെമ്മ ഇഷ്ക് വെച്ചെങ്കെത്ത മഹാനാണ്. അയാൾ അത് എഴുതിയതുകൊണ്ട് ലോകത്തുള്ള കോടിക്കണക്കിൽ ആൾമാർക്ക് ಅದರ ಮಹತ್ವ കിട്ടിത്ത്, ಅದರ ബർക്കത്ത് കിട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സ്നേഹിക്കൂ, നബി തങ്ങളെ മുട്ടടുക്കൂ, അങ്ക് വലിയ പിന്നെ ചാൻസ് കിട്ടിത്ത്. അങ്ങനെ അള്ളാഹു ക്ഷണിച്ചുകൊണ്ട് ദഅവത്താക്കിക്കൊണ്ടിരുന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനുൽ ജസൂലി റഹിമഹുല്ല അയാളെ മുരീദന്മാർ അയാളെ മുന്നൊരു 12,000 സുബ്ഹാനല്ലാ 665 ആൾമാർ, എല്ലാ ആൾമാരും കുല്ലുഹും നാല മിൻഹു ഖൈറൻ ജസീലൻ അലാ ഖദ്രി മറാത്തിബിഹിം അങ്ങളങ്ങളെ മർത്തബനുസരിച്ച് വലിയ സ്ഥാനം കിട്ടിയിട്ടാണ്. അങ്ങനെ അവസാനം ഏതോ ഒരു പരാജയപ്പെട്ട ആള് അയാൾക്ക് വിഷം കൊടുത്തിട്ടു. അവസാനം അയാൾ വഫാത്തായി പോയിട്ട് ഫതൂഫി റളിയല്ലാഹു അൻഹു ഫി സ്വലാത്തി സുബ്ഹ് നിസ്കാരത്തിലാണ് വഫാത്താവുടെ. ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിലും അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെ ഒന്നാമത്തെ സുജൂദിലും റബീഉൽ അവ്വൽ ഹിജ്റ 870 റബീഉൽ അവ്വൽ 16 ആ മഹാൻ വഫാത്താവുടെ. ളുഹുർ നിസ്കാരത്തെ ടൈമിലും പിന്നെ അയാളെ ഉണ്ടാക്കിയെത്ത പള്ളിയിൽ അയാളെ ദഫനാക്കിടാറ്. പിന്നെ ദഫനാക്കിയിട്ട് 77 വർഷം കഴിഞ്ഞാൽ പിന്നെ സൂസ് ചൊല്ലുടെ ജാഗയിലാണ് അയാളെ ദഫനാക്കിയിട്ട്. അവിടെ ഒരു സ്വപ്ന പിന്നെ സൂചന പ്രകാരം മറാക്കിഷ് ചൊല്ലുടെ ജാഗയ്ക്ക് ആ പിന്നെ മയ്യത്തരെ എടുക്കോ നോക്കുമ്പോൾ പിന്നെ മറാക്കിഷിലാണ് പിന്നെ റിയാദുൽ അറൂസും ചൊല്ലുടെ ജാഗയിൽ അയാളെ ദഫനാക്കിട്. അങ്ങനെ കബറിനെ പുറത്താക്കുമ്പോൾ എങ്ങനെയാണ് ദഫനാക്കിയ നാൾ 77 വർഷം കഴിഞ്ഞിട്ട് പിന്നെയാണ് എടുക്കത്. ദഫനാക്കിയ നാൾ എങ്ങനെ ഇത്ര കാലം കഴിഞ്ഞിട്ട് എന്തുമായിട്ടില്ലാണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിൽ ഇങ്ങനെ മുക്കിയെടുത്തെങ്കത്തെ ശരീരം ഒരു കാലത്തും എന്തുമാവല. അങ്ങനെയാണ് മുഹമ്മദുൽ ജസൂലി റഹിമഹുള്ളയുടെ ശരീരം എന്തുമായില്ല. അയാളെ പിന്നെ താടി എടുത്തെങ്കത്തെ പിന്നെ തലമുടി പഠിച്ചെങ്കത്തെ പഠിച്ച ആളായിട്ടുണ്ട് അപ്പ വഫാത്താവുമ്പോൾ. അപ്പോൾ ഒരാൾ തല പഠിച്ചെങ്കിൽ അതൊരു അടയാള, താടി എടുത്തെങ്കിൽ അതൊരു അടയാളം എങ്ങനെ അതേ അടയാളം ഇന്നിട്ടാണ്. അതേ അടയാളം കണ്ടോണ്ടിരുത്ത് ഒരാൾ അയാളെ മുഖത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ ചോര ഇങ്ങനെ അതിരടിയിൽ ചോര വന്നിട്ടാണ്. കൈ ഉയർത്തിയപ്പോൾ ചോര അങ്ങനെ പോയിത്തൊരു ജീവിച്ചുള്ള ആളിലെങ്ങനെ കണ്ട് അതുപോലെ. അപ്പോൾ അയാളെ വലിയ മഹത്വമുള്ളങ്കത്തെ ഖബർ എത്ര ആൾമാർ അവിടെ സിയാറത്ത് പോണ്ടാറ്. അതുപോലെ ദലായിലുൽ ഖൈറാത്ത് അവിടെ വെച്ച് ഓതറാറ്. വസബത്ത അന്ന റായിഹത്തൽ മിസ്കി തൂജദു മിൻ ഖബരിഹി മിൻ കസ്റത്തി സ്വലാത്തിഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ധാരാളം ചൊന്നതുകൊണ്ട് ആ മഹാന്റെ ഖബറിലൂടെ നല്ല മിസ്കിടെ കസ്തൂര മണബണ്ട് അയാളെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് ത്വരീഖത്തുഹു ഷാദുലി ത്വരീഖത്ര മഹാനാണ്. അങ്ങനെ സുബ്ഹാന ജല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചെങ്കത്തെ മഹാൻക്ക് അള്ളാഹു കൊടുത്തെങ്കത്തെ ഏറ്റവും വലിയ പവറും മഹത്വവുമാണ്. അങ്ങനെ ഇമാമുൽ ജസൂലി റഹിമഹുല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് എൽദിയങ്കത്തെ ആ സ്വലാത്ത് ലോകത്ത് വലിയ സ്വീകാര്യത കിട്ടിത്ത് എത്ര ആൾമാർ ಅದಕ್ಕೆ വ്യാഖ്യാനം എഴുതിയാറ്, ഷർഹ് എഴുതിയാറ്. മൊത്തത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണോണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട അടുക്കണോണ്ട് ഇഷ്ടമുള്ള ആൾക്ക് നല്ല പറ്റിയെങ്കത്തെ ഗ്രന്ഥാണ് ദലായിലുൽ ഖൈറാത്ത്. ഏതെങ്കിലും മഹാന്മാരൊട്ടിಗೆ ഇജാസത്ത് സമ്മതി എടുത്തിട്ട് ദൈനംദിന എല്ലാ നാളിലും ആ സ്വലാത്ത് കൊണ്ട് നിങ്ങളെ നാവും കൽബും പച്ചാക്കുകയും പ്രകാശിപ്പിക്കുകയും സാധ്യമായിട്ടുണ്ടായെങ്കിൽ ഒരു കാലത്തും പരാജയപ്പെടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങളെ ഏറ്റെടുക്കുന്നതിற்கு നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം കിട്ടി നബി തങ്ങളെ കാണുന്നതിற்கு ഒരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദുൽ ജസൂലി റഹിമഹുല്ല എഴുതിയെങ്കത്തെ
ദലായിലുൽ ഖൈറാത്ത് ചൊല്ലെ ലോകപ്രസിദ്ധമായ സ്വലാത്ത് എത്ര ആൾമാർ ചൊന്നു പോയെങ്കത്തെ ഇണ്ടും ചൊന്നോണ്ടുള്ളെങ്കത്തെ ബർക്കത്തുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് മഹാൻ രചിക്കുള്ള കാരണം ഇമാം ഷെയ്ഖ് ഹസനുൽ അദവി റഹിമഹുല്ല ദലായിലുൽ ഖൈറാത്ത് ഷർഹ് ബുലൂഗുൽ മസറാത്തിൽ ഷെയ്ഖ് അഹ്മദു സ്വാവി റഹിമഹുല്ല ആ മഹാന്റെ തൊട്ട് വിശദീകരിച്ചുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റഹിമഹുല്ല ഒരു നിസ്കാരത്തെ ടൈമുള്ളൂ. അയാൾ ഉളു എടുക്കുക ഇങ്ങനെ പൊയ്ത്ത് നോക്കുമ്പോൾ കിണത്ത് തണ്ണി എടുക്കുക എന്തുമില്ല, തണ്ണി പുറത്തെടുക്കുക, അവിടെ ബല്ലിയ അതുപോലെ പിന്നെ ബക്കറ്റ് ഒന്നും കാണില്ല. അപ്പോഴാണ് വലിയ ഉയർന്ന ജാഗിൽ ഒരു പെൺകിടാവ്, ആ പെൺകിടാവ് അയാളെ ഇങ്ങനെ നോക്കണം. ആ പെണ്ണ് കിടാവ് മൻ അന്ത നിങ്ങാറുണ്ട്. അപ്പൊ ഇയാൾ ചൊന്നു കൊടുക്കുന്നതാണ് സുലൈമാനുൽ ജസൂലി, മുഹമ്മദുൽ ജസൂലി. അപ്പോഴാണ് ഈ കിടാവ് ചൊല്ലു അന്തർ റജുലുല്ലദീ യുസ്ന അലൈക ബിൽ ഖൈർ, നിങ്ങൾ വലിയ ആളല്ലേ, ആൾമാരെല്ലാം നല്ലത് ചൊല്ലെങ്കത്തെ വലിയ ആളല്ലേ. ഈ കെന്ത മുട്ട വന്നിട്ട് ഇതിലെ തണ്ണി പുറത്തെടുക്കുക ബാഹ്യമായ ഒരു കാരണവും കാണാത്തപ്പ നിങ്ങെന്ത് ഇങ്ങനെ ഹൈറാനത്തായി നിന്റെ നോക്കൂടെ എന്നിട്ട് ആ കിടാവ് കേക്കിട്. എന്നിട്ട് ആ കിടാവ് വന്നിട്ട് കെന്തിക്ക് ഇങ്ങനെ തുപ്പുമ്പോ ഫഫാദമാ ഉഹ അതിലെ തണ്ണി ഇങ്ങനെ മേൽ ബന്ത് അങ്ങനെ ഭൂമിയുടെ മേൽ ഒഴുകിപ്പോയിത്തുണ്ടാണ്. ഷെയ്ഖ് റഹിമഹുല്ല ഉളുവെടുത്തൽ പിന്നെ സത്യം ചെയ്ത് കേക്കിട് ബിമനിൽ തിഹാദിഹിൽ മർത്തബ, ഓ പെണ്ണ് ചെറിയ കിടാവാണ്, ഇത്രയും വലിയ സ്ഥാനം നിക്ക് കിട്ടോ കാരണം എന്തേ? ഫഖാലത്ത്, ആ പെണ്ണ് ചൊന്ന ഒരേ മറുപടി ബി കസ്റത്തി സ്വലാത്തി അലാ മൻ കാന ഇദാ മശാ ഫിൽ ബർറിൽ അഖ്ഫരി തഅല്ലഖത്തിൽ വുഹൂഷു ബി അദിയാലിഹി. ഞാനിതാ ഒരു നേതാവുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കട. ഏത് നേതാവ് വന്നുണ്ട? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മരുഭൂമിയിൽ ഇങ്ങനെ നടന്നുപോയെങ്കിൽ അവിടെ ഉള്ള മൃഗവും ആ നബി തങ്ങളെ മുട്ട വന്നിട്ടിങ്ങനെ ശരണാവുടു അഭയം തേടുക. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കട. അതുകൊണ്ടാണ് ഈ മഹത്വം നക്ക് കിട്ടിയേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുക ആർക്കെങ്കിലും ഇത് പ്രേരണ ആയെങ്കിൽ അവനും ചൊന്നിട്ടാണ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ടുള്ളത്. അങ്ങനെ ആയെങ്കിൽ അൽഹംദുലില്ലാഹ് അത് ഏറ്റവും വലിയ നേട്ടായിട്ടിക്കിട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ നാണ് ധാരാളം സ്വലാത്ത് ചൊല്ലുടെ. സുബ്ഹാനല്ലാഹ്. ഇണ്ട് ലോകത്ത് രക്ഷപ്പെടുള്ള വലിയ മാർഗവും അതെ. ഏത് ത്വരീഖത്തര ആൾമാർ അഥവാ കള്ളന്മാർ ലോകത്ത് പല ആൾമാരും കള്ളത്വരീഖത്തര പേരിലും അതുപോലെ കള്ള ആത്മീയത ലോകത്ത് പ്രചരിപ്പിച്ചിട്ട് ആൾമാരെ ചൂഷണാക്കണമെങ്കിൽ എത്ര ആൾമാരുള്ളാർ, അതിന്റെ പേരിൽ പൈസ ആക്കണമെങ്കിൽ ആൾമാർ. യഥാർത്ഥത്തിൽ അങ്ങനെ പേരിലുള്ള അങ്ങനെ പറകത്തെല്ലാം പോയിട്ട് ദീനും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതിക്ക് ബദൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്താണ് ഏതൊരു മനുഷ്യരുടെയും കൈപ്പിടിച്ച് രക്ഷപ്പെടുത്തുക ഇണ്ടുള്ള ഏറ്റവും വലിയ മാർഗം. ആ സ്വലാത്തിൽ ഇങ്ങനെ അവൻ ചൊന്നോണ്ടിന്നാണ്ടായെങ്കിൽ അവന്റെ മുർഷിദും അവണു നേർത്തെറു കാട്ടുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ മിക്കിട്. അതുകൊണ്ടാണ് ഈ പെണ്ണ് ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ നാം ധാരാളം സ്വലാത്ത് ചൊന്നുരെ. അതുകൊണ്ടാണ് ഈ മഹത്വം നക്ക് കിട്ടിയേ. അപ്പ സുലൈമാനുൽ ജസൂലി സത്യം ചെയ്ത് നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നബി തങ്ങളെ മേലിലുള്ള സ്വലാത്തിൽ ഒരു കിതാബ് രചിക്കിടാനിട്ട്. അങ്ങനെയാണ് പിന്നെ ഈ കിതാബ് രചിക്കൂ കാരണം അവിടെ പെൺകിടാവൂ നബി തങ്ങളെ മേൽ സ്വലാത്തുക്ക് പ്രേരണ ആയിട്ടാണ് ഈ കിതാബ് ആ മഹാനുണ്ടാക്കടെ. ദലായിലുൽ ഖൈറാത്തിലെ വേറെ ചില വ്യാഖ്യാനത്തിൽ ചിലപ്പൊക്കെ കണ്ട് വേറെയും ഒരു സംഭവം എന്തിനാണ് ചൊന്നെങ്കിൽ ഈ കിടാവിടൊട്ടിയ ആ സ്വലാത്ത് ഏതിൻ്റെ ഇയാൾ കേക്കിട്. അങ്ങനെയുമുണ്ട് സംഭവത്തിൽ. നീ ചൊന്നിട്ട് ഈ മർത്തബ കിട്ടിയെങ്കത്തെ സ്വലാത്ത് ഏതിന് കേട്ടപ്പ ആ പെൺകിടാവ് ചൊല്ലു ഞാനൊരു കിടാവല്ലേ, ഞാനത് ചൊല്ലില്ല, നിങ്ങൾ വലിയ ആളല്ലേ, ത്വാലിഅ കുതുബൽ ഹദീസ് ഹദീസിലെ കിതാബെല്ലാം മുതാലാക്കുറു പഠിക്കുറു നിങ്ങൾ, എന്നിട്ട് നിങ്ങൾക്ക് ഉദ്ദേശമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിടിക്കുറു. അതിലെത്രമാ സ്വലാത്ര പദെല്ലാം ഉണ്ട്. അങ്ങനെയാണ് സിഹാഉ സിത്ത അതിലെ ഓരോന്നും ഇങ്ങനെ പരിശോധിച്ചിട്ട് ഇമാമുൽ ജസൂലി റഹിമഹുല്ല മുദ്ദത്തി 8 സിനീന ഏകദേശം 8 വർഷത്തിലായിട്ട് ഈ കിതാബ് ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോ വിർദും ഓരോ നാളത്തെ ഓരോ സ്വലാത്തും ഇങ്ങനെ ഉണ്ടാക്കിയപ്പ അതിൽ കൊമ്പോയിട്ട് ഈ കിടാവ് കേപ്പാട്ടുണ്ട്. ചരിത്രത്തിലുണ്ട്. കേപ്പാട്ടുമ്പോ ആ കിടാവ് ചൊല്ലു നിങ്ങൾ ഈ ചൊന്ന സ്വലാത്തിൽ നക്ക് മർത്തബ ഇത്രയും വലിയ സ്ഥാനം കിട്ടുക കാരണമായ കൊറിയ സ്വലാത്തുണ്ട്. അങ്ങനെ 7 നാളത്തെ സ്വലാത്തെല്ലാം പൂർത്തിയാക്കിയിട്ട് ഈ കിടാവിടെ മുട്ട കൊമ്പോയി അവതരിപ്പിച്ചപ്പ ഇന്ന ജമീഅ ഹാദിഹിൽ ഔറാദി ഖദ് ഷമിലത് ജമീഅ സ്വലവാത്തി അല്ലതി അദ്റക്തു ബിഹാ അൽ മർത്തബ. അപ്പ ഈ പെൺകിടാവ് ചൊല്ലു നക്കിത്രയും വലിയ സ്ഥാനം കിട്ടോ കാരണമായ എല്ലാ സ്വലാത്തും നിങ്ങൾ ഈ ഒരുമിച്ച് കൂട്ടിയ ദലായിലുൽ ഖൈറാത്തിൽ ഉണ്ടു.
ആ പെൺകിടാവ് ചൊന്തുകൊണ്ട് ചരിത്രത്തിൽ കണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടടുക്കവും വലിയ സ്ഥാനം കിട്ടവും ഒരിക്കലും സംശയമില്ലാത്തെങ്കെത്ത സ്ഥാനം കിട്ടെങ്കെത്ത സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്തും ചൊല്ലതിൽ സംശയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്താണ് അഫ്ളലു ത്വാഅത്ത്, ഏറ്റവും വലിയ ത്വാഅത്തും വലിയ മഹത്വം ഉള്ളത്. അങ്ങനെ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധ, അതുപോലെ ആയിസിലൊർക്ക നിർബന്ധ, ഫുള്ള് നിർബന്ധ, ഇങ്ങനെ വ്യത്യസ്തമായ ഖിലാഫുള്ള ചൊന്നങ്ങളുള്ളാറ്. ഇതിക്ക് മുന്നൊരു ഏകദേശം ഒരു 3-4 ക്ലാസ് സ്വലാത്ര ഭഗ്യമേ മുന്നുള്ള ഞങ്ങൾ വിശദീകരിച്ചിട്ട്. അപ്പൊ ഇവിടെ ദലായിലുൽ ഖൈറാത്ര വിഷയമാണ് ചൊന്നുകൊണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള സ്വലാത്ത് വലിയ പവറുണ്ട്. അതുകൊണ്ടാണ് ഇമാം യൂസുഫ് നബ്ഹാനി സഅദത്തുദ്ദാറൈനിൽ ചൊല്ലു ഫലിദാലിക യഅ്തനൽ ഉലമാഉ ഫീ ശഅനിഹ. അതുകൊണ്ടാണ് സ്വലാത്ര ഭഗ്യ പണ്ഡിതന്മാർ വലിയ മഹത്വം കണ്ടാറ്. എന്നിട്ട് അതിൽ ചെമ്മ കിതാബും കുറെ റിസാലങ്ങളെ രചിച്ചാറ്. അബു അബ്ദുല്ലാഹിൽ മാലിക്കി അൽ ഇഅ്ലാം ബിഫദ്ലി സ്വലാത്തി അലൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ല കിതാബ് ഉണ്ടാക്കിയത്. അബു അബ്ദുല്ലാഹി ഇബ്നുൽ ഖയ്യിമുൽ ഹംബലി ജലാഉൽ അഫ്ഹാം പിന്നെ ചൊല്ല കിതാബ് ഉണ്ടാക്കിയത്. ഇമാം താജ് അബു ഹഫ്സ് ഉമർ ബിൻ അലി അൽ ഫാക്കിഹാനി അൽ മാലിക്കി റഹിമഹുല്ലാ അൽ ഫജ്റുൽ മുനീർ ഫി സ്വലാത്തി അലൽ ബഷീരിൻ നദീർ ചൊല്ല കിതാബ് ഉണ്ടാക്കിയത്. അങ്ങനെ എത്ര കിതാബ്. അബുൽ ഖാസിം ഇബ്നു അഹമ്മദ് ചൊല്ല ആള് ഫദ്ലു തസ്ലീം അലൻ നബിയിൽ കരീം ചൊല്ല കിതാബ് ഉണ്ടാക്കിയത്. അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഅദ്ദ് ചൊല്ല ആള് അൻവാറുൽ ആഥാരിൽ മുഖ്തസ്സ ബിഫദ്ലി സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ ചൊല്ല കിതാബ്. അങ്ങനെ ദഫ്ഉൻ നിഖ്മ ഫി സ്വലാത്തി അലാ നബിയിർ റഹ്മ ചൊല്ല കിതാബ്. അൽ മജിദുൽ ഫൈറോസാബാദി സാഹിബുൽ ഖാമൂസിനെ ഉണ്ടാക്കിയ മഹാൻ അയാൾ അസ്വലാത്ത് പിന്നെ വൽ ബിഷർ ഫി സ്വലാത്തി അലാ സയ്യിദുൽ ബഷർ ചൊല്ലങ്കത്തെ കിതാബ് ഉണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോരുത്തർ അൽ ഖുർബത്തു ഇലാ റബ്ബിൽ ആലമീൻ ബിസ്വലാത്തി അലാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ ചൊന്ന കിതാബ് ഉണ്ടാക്കിയുള്ളാർ. വിർദു അഹ്ലി സ്വഫ ഫി സ്വലാത്തി അലൽ മുസ്തഫ ചൊല്ലങ്കത്തെ കിതാബ്. അൽ ലിവാഉൽ മുഅല്ലം ചൊല്ലങ്കത്തെ കിതാബ്. ഇങ്ങനെ അൽ ഫവായിദുൽ മദനിയ ഫി സ്വലാത്തി അലാ ഖൈറിൽ ബരിയാൻ ചൊല്ല കിതാബ് അബു അബ്ദുല്ലാ മുഹമ്മദ് ഇബ്നു മൂസ ചൊല്ലാൽ ഉണ്ടാക്കി. ഇങ്ങനെ തുടങ്ങി ചെമ്മ അലിമീങ്ങ എത്രമാ കിതാബ് ഉണ്ടാക്കിയത് നമുക്ക് മഹാന്മാർ വിശദീകരിച്ച് തന്നുകൊണ്ടുള്ളാർ. അതുപോലെ ഷിഹാബുദ്ദീൻ അഹ്മദുൽ ഖസ്തല്ലാനി മസാലിക്കുൽ ഹുനഫ ഇലാ മശാരിഇ സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ ചൊല്ലങ്കത്തെ കിതാബ്. അതുപോലെ ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി അൽ മക്കി റഹിമഹുല്ലാ അദ്ദുറുൽ മൻദൂദ് ഫി സ്വലാത്തി വസ്സലാമി അലാ സ്വാഹിബിൽ മഖാമിൽ മഹ്മൂദ് ചൊല്ലങ്കത്തെ കിതാബ്. അൽ മലാദു വൽ ഇഅ്തിസാം ഫി കൈഫിയത്തി സ്വലാത്തി വസ്സലാം. ഇങ്ങനെ എത്രമാ കിതാബ്. സുബ്ഹാനല്ലാഹ്. കണക്കില്ലാത്ത കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലുണ്ടാക്കിട നബി തങ്ങളെ സ്വലാത്ത് ചൊല്ലതിന്റെ പേരിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ എല്ലാ എത്രമാ ജാഗിൽ സ്വലാത്ത് ചൊല്ലുക പ്രത്യേകമായ സുന്നത്താണ്. അല്ലെങ്കിൽ ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹു മലക്കുകൾ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലാറ്. നിങ്ങൾ സ്വലാത്ത് സലാം ചൊല്ലറുന്ന് ഖുർആൻ നല്ലൊരു സമ്മതി തന്നു. അവിടെ ഇത്ലാഖ് അഥവാ ഇന്ന സ്വലാത്തേ ചൊല്ലണുണ്ടെന്നില്ല, ഏതു സ്വലാത്തും ചൊല്ല. ചില ആൾമാരെല്ലാം ചൊല്ലേണ്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി അതേ സ്വലാത്ത് ചൊല്ലണുണ്ട്. അങ്ങനെ ഒരു ഇസ്ലാമിലില്ല. ഏത് സ്വലാത്തും. അതുകൊണ്ടാണ് സ്വലാത്ത് റസീഖ ഇത്രയും വിശാലമായിട്ട് ഏത് സ്വലാത്തും ചൊല്ല. ഹദീസിലെ കിതാബും അതുപോലെ മഹാന്മാരെ കിതാബെല്ലാം നോക്കിയെങ്കിൽ കണക്കില്ലാത്ത സ്വലാത്ത് വ്യത്യസ്തമായ ടൈപ്പുകൾ നമുക്ക് കാണുക സാധ്യമുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ചൊന്നെങ്കിൽ നല്ല സ്വലാത്തുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ എത്രയും സ്വലാത്ത് ചൊല്ലാം. ചില ജാഗയിൽ സ്പെഷ്യലായിട്ട് സ്വലാത്ത് ചൊല്ലകൂ നല്ല പ്രബലമായ സുന്നത്താവുള്ളൂ. ഏത് ദുആത്ത് തുടക്കത്തിലും നടുവിലും ലാസ്റ്റിലും പള്ളി കിടക്കുമ്പോ പള്ളിയുടെ പുറത്താവുമ്പോ ഒരുമിച്ച് കൂടുമ്പോ ഒരു മജ്ലിസിൽ വിട്ടുപിരിയുമ്പോ യാത്ര പോകുമ്പോ യാത്രയുടെ മുന്നിട്ട് വരുമ്പോ ചാവു നിസ്കാരത്ത് ഗണിക്കുമ്പോ അതുപോലെ ഖുർആൻ ഖത്മാക്കുമ്പോ ടെൻഷൻ എന്തുമായെങ്കിൽ ബേജാറായെങ്കിൽ ഹദീസ് ഓതുമ്പോ ഇൽമത്വാട്ടി കൊടുക്കുമ്പോ അതുപോലെ ബാങ്ക് കേട്ടൽ പിന്നെ അങ്ങനെ തിങ്കളാഴ്ച 2 വെള്ളിയാഴ്ച 2 ജാവു പോളു ഇതെല്ലാം സ്പെഷ്യൽ സുന്നത്താണ്. പോൾ മനത്ത് 2 ടൈമുള്ളൂ സുബൈക്കും അസറും. അതുപോലെ ഉദൂൽ പിന്നെ തയമ്മുൽ പിന്നെ വലിയ ശുദ്ധിരെ ഹൈദ് ജനാബത്തിലെ ഉൾച്ചൽ പിന്നെ പള്ളിങ്ങളെ കാണുമ്പോ 5 വക്ത് നിസ്കാരത്ത് നേരത്ത് ഒരാൾക്ക് സ്വതക്ക കൊടുക്കുക അശക്താവുമ്പോ ആ ടൈമിൽ വരെ സ്വലാത്ത് പ്രബലമായ സുന്നത്ത് ചൊല്ലാണ്ട് ചെന്നങ്ങുള്ളാറ്. വസീയത്ത് എഴുതുമ്പോ മയ്യത്തിലെ ഖബറ് കടത്തുമ്പോ വാഹനത്തുക്ക് വെത്തുമ്പോ മദീനത്തുക്ക് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസാർ ബദറും അതുപോലെ ഉഹുദും അതുപോലത്തതെല്ലാം കാണുമ്പോ നബി തങ്ങളെ പേരെഴുതുമ്പോ അതുപോലെ എല്ലാ നല്ല കാര്യമുള്ളൊരു കലാം സംസാരം തുടങ്ങുമ്പോ മുസാഫഹത്താക്കുമ്പോ അതുപോലെ പിന്നെ ഒരു വസ്തു മറന്നെങ്കിൽ അതിൽ ഓർമ്മാവണമെന്ന് ചൊല്ല ചിന്തയുന്നെങ്കിൽ ഓർമ്മാവണമെന്ന് ഉദ്ദേശിക്കും അപ്പ സ്വലാത്ത് ചൊല്ലേ ഉറങ്ങുമ്പോ ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലണം.
ആ സ്വലാത്ത് മുത്തലഖൻ സ്വലാത്ത് റദ്ദാക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലുള്ള ഈ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങി എത്രയാണ് പവർ. സുബ്ഹാനല്ലാഹ്, മഹാന്മാരെല്ലാം ചെന്നറാർ. അങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ മേലും നബി തങ്ങളെ സ്വഹാബത്തിന്റെ മേലും സ്പെഷ്യലായി സ്വലാത്ത് ചൊല്ല്, സ്വലാത്തിനൊട്ടിಗೆ സലാം കൂട്ടിച്ചൊല്ല്. ഇതെല്ലാം വലിയ സുന്നത്താണ്. അതുപോലെ ഈ സ്വലാത്തെല്ലാം ഒരുമിച്ച് കൂടിയതാണ് ദലായിലുൽ ഖൈറാത്തിന് ചൊന്നുകൊണ്ടുള്ളത്. അതുപോലെ നാരിയത്തു സ്വലാത്ത്, ആ നാരിയത്തു സ്വലാത്തും എത്രമാ പവറുണ്ട്. നാരിയത്തു സ്വലാത്തിൽ സ്പെഷ്യലായി എടുത്തു ചെന്നെങ്കിത്ത മഹാന്മാരുള്ളാർ. അതിലൊട്ടിಗೆ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വ തഖ്ലീലന ബിഹാ ജമീഅൽ ഹാജാത്ത്. സാധാരണ മൗലിദ് കിതാബിന്റെ ലാസ്റ്റിൽ ഉള്ളങ്കിത്ത ദുആ ഇതെല്ലാം അസ്വലാത്തുൽ മുൻജിയ. ഇത് ഓതിയെങ്കിൽ അങ്ങനെ ഉദ്ദേശവും പിന്നെ വീടിക്കിട്ടിട്ട് കുറെ മഹാന്മാർ വിശദീകരിച്ചതാണ്. അൽ ഫജ്റുൽ മുനീർ ചൊല്ല കിതാബിൽ ഇമാം ഫാക്കിഹാനി ചൊന്നെങ്കിത്ത ഈ സ്വലാത്ത് ഇതിക്ക് കുറെ ആൾമാർ ഒരു സംഭവം വിശദീകരിക്കാറ്. മൂസല്ലരി റഹിമഹുല്ലാ ചൊല്ല ആൾ ചൊല്ലു, അങ്ങ് കപ്പലിൽ പോയാറ്, കടലിൽ ശക്തമായ കാത്ത് വന്ന് രക്ഷപ്പെടുക എങ്ങനെ ഒരു മാർഗവുമില്ല. നന്റെ കണ്ണിങ്ങനെ തൂങ്ങിപ്പോയിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് നബി തങ്ങൾ ചൊന്നു ആ വാഹനത്തുള്ള ആളിലൊട്ടിക്ക് ചൊല്ലു 1000 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ചൊല്ല ഈ സ്വലാത്ത് ചെല്ലട്ടുണ്ട്. ഞാനങ്ങനെ ഉണർന്ന് എല്ലാവരുടെയും ഇത് ചെന്നു കൊടുത്തപ്പ എല്ലാവരും ഒരു 300 സ്വലാത്തിലൂടെ എത്തിയപ്പമേ എല്ലാ പ്രയാസവും നീങ്ങിപ്പോയിത്ത് അയാൾ അതിൽ സംഭവം വിശദീകരിക്കണം. അതുപോലെ എത്ര മാൽമാർ ഓരോ സ്വലാത്ത് ചെന്നിട്ട് അതിൽ അനുഭവം ചെന്നിറാറ്. സഹാദത്തുദ്ദാരൈനി എല്ലാം നോക്കിയെങ്കിൽ നമുക്ക് ചെമ്മ സ്വലാത്തെല്ലാം കാണാൻ സാധ്യമാവുള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ചെറിയ സ്വലാത്താണ്. നബി തങ്ങളെ കുടുംബത്തെ മേലിൽ സ്വഹാബത്തിന്റെ മേലിൽ സ്വലാത്തുള്ളത്. അതിൽ സ്വലാത്തും സലാം ഒട്ടിയുള്ള ഈ ചെറിയ സ്വലാത്ത് അതും വലിയ മഹത്വമുള്ളതാണ്. അതിലൊട്ടിಗೆ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രിക്നി. ഈ സ്വലാത്ത് ഒരാൾ വെള്ളിയാഴ്ച ജാവുകു 1000 വട്ടം ചൊന്നിട്ടു, അടുത്ത എല്ലാ ജാവുകും അങ്ങനെ ചൊന്നിട്ടു, അടുത്ത ജുമാത്തോളം ഇങ്ങനെ ചൊന്നുകൊണ്ടിരുന്നെങ്കിൽ 4 മുറാദഹു അവന്റെ ഉദ്ദേശം അവന് കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണാണ്ട് വിശദീകരിച്ച മഹാന്മാരുള്ളാർ. പിന്നെ വെള്ളിയാഴ്ച 2 ജാവുക 1000 വട്ടം ഇത് ചൊന്നെങ്കിൽ അവന്റെ ആവശ്യം ഉടനെ പിന്നെ വീടിക്കിട്ട് ഫൈനഹു മുജറബ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഈസൽ ബറാവി ചൊല്ലാൽ ചൊല്ലു ഇത് അനുഭവ സത്യാണ്. അതുപോലെ നാരിയത്തു സ്വലാത്ത്, അസ്വലാത്തു തഫ്രീജിയാണ്ട് അതിക്ക് പേരുണ്ട്, അൽ ഖുർത്തുബിയ. അതുപോലെ അസ്വലാത്തു നാരിയാൻ ചൊല്ല പേരുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. തീ പോലെ ഒരാളെ ആവശ്യം വീടിക്കിട്ടിറങ്ങിയെത്ത സ്വലാത്താണത്. മൊത്തത്തിൽ ഇങ്ങനത്തെ എത്രമാ മഹത്വമുള്ള തുല്യതയില്ലാത്ത ധാരാളം സ്വലാത്ത് കൊണ്ടു ആ കൂട്ടത്തിൽ എല്ലാവിധ മഹത്വവും പൂർണ്ണമായ ലോകത്തുള്ള എല്ലാ ആൽമാരും ചൊന്നോട്ടുള്ളെങ്കിത്തെ സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്ത് ചൊന്നിട്ടു അതുപോലത്തെ സ്വലാത്തെല്ലാം ചൊന്നിട്ടു ജീവിതം നല്ല സന്തോഷകരമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം ഉണ്ടാക്കിയെടുക്കുകയും ലോകത്ത് ആർക്ക് എന്തൊരു നിയമത്ത് കിട്ടുമെങ്കിലും ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണാണെന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ചൊന്നുകൊണ്ടുള്ളത്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം കിട്ടുകയും ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കടെ. വലൗ അലിമു ഫീ മിസ്ര ഔസാഫ ഖദ്ദിഹി. മഹാന്മാരെല്ലാം ചെന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കടതരും നബി തങ്ങളെ മഹത്വത്തെ ಬಗ್ಗೆ നബി തങ്ങളെ വെറും കൗളുടെ വിശേഷത്തെ മാത്രം മിസ്റിലുള്ള പെണ്ണിങ്ങൾ ഒന്തിന്തിരെങ്കിൽ അങ്ങൊരിക്കലും സുബ്ഹാനല്ലാഹ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമുടെ അവിടെ പോവലന്ത് അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുടെ കുറവാക്കടല്ല ഇത്. സുബ്ഹാനല്ലാഹ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വലിയ മഹാനാണ്. ഭംഗിയുടെ പാതി അള്ളാഹു തങ്കത്ത മഹാൻ സത്രൽ ഹുസ്ൻ. അതേസമയത്ത് അങ്ങങ്കാലും നബിത്തങ്ങളെ ಬಗ್ಗೆ അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ നബിത്തങ്ങളെ മഹത്വത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള ലോയ്മാ സലീഖ ലൗ റഅയ്ന ജബീനഹു ലആഥറത് ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി. സലീഖ ബീവിയുടെ ആക്ഷേപിച്ചെങ്കത്തെ മിസ്റിന്റെ പെണ്ണിങ് എന്നാർ. അങ്ങങ്കാലും നബിത്തങ്ങളെ കൗളുടെ കണ്ടെങ്കിൽ അങ്ങ് കൈമുറിക്കുന്നതിര ബദൽക്ക് കൽബ് മുറിച്ചൊളത്തറിഞ്ഞിട്ട് ബൈത്തിൽ കാണ്ട്. അപ്പൊ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കടെ നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ സൗഭാഗ്യം തരട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് എനി ടൈം ഏത് സമയത്തും സ്വലാത്ത് ചെല്ലാം. അതിക്കൊരു പ്രത്യേക ടൈം ഉണ്ടെന്തുമില്ല. ഏത് സമയത്തും ഔത്തിലുള്ള പെണ്ണിങ്ങൾക്ക് നല്ല നിരന്തരമായി സ്വലാത്ത് ചൊന്നുകൊണ്ടിരിക്കുക. വെറുതെയും സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കിടക്ക് ബദൽക്ക് ഒരു
ജാഗയ്ക്ക് പോകുമ്പോഴും വാഹനത്തിൽ ബർമ്പ സ്വലാത്ത് ചൊല്ലേ, അതുപോലെ ഔത്തുൽ കിച്ചന്റെ സ്വറാക്കുമ്പോഴും സ്വലാത്ത് ചൊല്ല, എവിടെ പോകുമ്പോഴും സ്വലാത്ത് ചൊല്ല. വെറുതെക്കും ബായി ഇങ്ങനെ ബന്ധാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കല് കിടന്നുകൊണ്ടിരിക്കല് അങ്ങനത്തെ ഗഫ്ലത്തെല്ലാം വിട്ടിട്ടു നിരന്തരമായി സ്വലാത്ത് കൊണ്ട് ജീവിതം ധന്യാക്കുക സന്തോഷാക്കുക സാധ്യതയുണ്ടായെങ്കിൽ അവനാണ് ഫാസ ഫിദ്ദാറൈൻ, 2 ലോകത്തും വിജയിച്ചെങ്കിത്ത ആള്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെമ്മവട്ട കാണുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് മുഖേന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണസമയത്ത് കാണുകയും ഖബറിൽ കണ്ട് സന്തോഷിക്കുകയും നാളെ സ്വർഗത്തിൽ ഹൗദുൽ കൗസർ കിട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിಗೆ സ്വർഗത്തിൽ കൂടുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.